4ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഗണിതം ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷവും വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. കർഷക ദിനത്തിൽ മയിലാടുംകുന്ന് പഞ്ചായത്ത് വിതരണം ചെയ്ത പച്ചക്കറി വിത്ത് പാക്കറ്റുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിത്തുകൾ വിതരണം ചെയ്ത വാർഡ് ഏതാണ്? നോക്കൂ, 5 വരെ വാർഡിൽ വിതരണം ചെയ്ത വിത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 954 4ാമത്തെ വാർഡാണ് അല്ലേ? 4ാമത്തെ വാർഡ് 954. ഓക്കെ, അടുത്ത ആൻസർ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഏറ്റവും കുറവ് വിത്തുകൾ വിതരണം ചെയ്ത വാർഡ് ഏതാണ്? 1ാം വാർഡ് 380 അവിടെ വിതരണം ചെയ്തത് അല്ലേ? സി ക്വസ്റ്റ്യൻ, ഇത് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതാനാണ്. നമ്മളിവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4ാം വാർഡിൽ വിതരണം ചെയ്യാനായി 9 പേർ 100 പാക്കറ്റുകൾ വീതം എടുത്തു. ബാക്കി എത്ര പാക്കറ്റ് ഉണ്ട്? നമുക്ക് 4ാം വാർഡിൽ ടോട്ടൽ ഉള്ളത് 954 ആണല്ലേ? അപ്പോൾ ഇവിടെ വിതരണം ചെയ്യാനായിട്ട് 9 പേർ 100 പാക്കറ്റുകൾ എടുത്തു എന്ന് പറഞ്ഞാൽ 9 × 100 എത്രയാണ്? 900 അല്ലേ? 900 പാക്കറ്റുകൾ അപ്പോൾ കഴിഞ്ഞു. ഇനി ബാക്കി എത്ര ഉണ്ട്? മുഴുവൻ ഉള്ളത് 954. അപ്പം ബാക്കി 54 പാക്കറ്റുകളുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എസ്തറും കൂട്ടുകാരും ഗണിത മാഗസിൻ തയ്യാറാക്കുകയാണ്. എസ്തർ തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പം നോക്കൂ, ഇതുപോലത്തെ ഒരു പൂരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം 4050, 5050, 6050, അടുത്തത് ഏതാ? 7050, അടുത്തത് 8050, അത് കഴിഞ്ഞാൽ 9050. ഓക്കെ, നെക്സ്റ്റ് 8500, 8000, 7500. അപ്പോൾ 500 കുറഞ്ഞ് വരികയാണല്ലേ? അപ്പം നമുക്ക് അടുത്തത് 7000, ഇത് 0 7000, പിന്നെ 7500, അടുത്തത് 7000 കഴിഞ്ഞാൽ 6500, അത് കഴിഞ്ഞാൽ 6000. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2115, 2216, 2317. അപ്പോൾ നോക്കൂ, ഇതിൻ്റെയൊക്കെ ആദ്യത്തെ 2 സംഖ്യകൾ 21, 22, 23 അല്ലേ? അപ്പോൾ നമുക്കിവിടെ അടുത്തത് 24, 25, 26 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായോ? 24, 25, 26. ഇനി അടുത്ത 2 സംഖ്യകൾ നോക്കൂ. 15, 16, 17. കണ്ടോ? ഇതാണ് പറയുന്നത്. ഇതിലടുത്ത 2 സംഖ്യകൾ 15, 16, 17. അപ്പം നമ്മളിവിടെ 18, 19, 20. മനസ്സിലായോ? ഇവിടെ 2115, 2216, 2317. അപ്പോൾ ഈ സംഖ്യകളുടെ ഒക്കെ തുടക്കത്തിൽ 2 സംഖ്യകൾ വീതം നോക്കാം. ഇവിടെ 21 ഉണ്ട്, ഇവിടെ 22 ഉണ്ട്, ഇവിടെ 23 ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് 24, പിന്നെ അടുത്ത സംഖ്യ വരുമ്പം 25, പിന്നെ അടുത്ത സംഖ്യ വരുമ്പം 26 അല്ലേ? ഈ 3 എണ്ണമാണ് വരിക. ഓക്കെ, ഇനിയോ? ഓക്കെ, ഇനി അവസാനത്തെ സംഖ്യകൾ നോക്കൂ. ഇവിടെ 15 അവസാനം, ഇവിടെ വരുമ്പോൾ 16, ഇവിടെ 17 അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 18 ചേർത്ത് കൊടുക്കും, ഇവിടെ 19 ചേർത്ത് കൊടുക്കും, ഇവിടെ 20 ചേർത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ സംഖ്യാ ശ്രേണിയിൽ 3 സംഖ്യകൾ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചെക്കിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 6234 എങ്ങനെ എഴുതും? 6234. ഓക്കെ, ഇനി ഇവിടെ സംഖ്യ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ എഴുതും? 9018, 9018. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. നമ്മളടുത്ത് ഈ ക്ലോക്ക് നോക്കി സമയം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കണം. അപ്പോൾ ഈ ക്ലോക്കിൽ എത്ര സമയം? ഓസ്ട്രേലിയയിൽ ഇപ്പോൾ സമയം എത്രയായി? 5:30 അല്ലേ? 5:30 PM. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ബ്രസീലിൽ 4:30 AM. ഓക്കെ. പോർച്ചുഗലിലാണെങ്കിലോ 8:30 അല്ലേ, 8:30. ഓക്കെ. ഇനി ഫ്രാൻസിലെ സമയം 9:30. സൂചികൾ വരച്ചു കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 9ൻ്റെ നേരെ ചെറിയ സൂചി, 6ൻ്റെ നേരെ വലിയ സൂചി. അപ്പോൾ സമയം എത്ര? 9:30 അല്ലേ. അപ്പോൾ എവിടെയാണ്? ഫ്രാൻസിൽ 9:30. ഓക്കെ. ഇനി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുക. ഇന്ത്യയിൽ 1 മണിയാണ്, ഓസ്ട്രേലിയയിൽ 5:30 അല്ലേ. അപ്പം 1 മണി മുതൽ 2 മണി വരെ 1 മണിക്കൂർ വ്യത്യാസം, 2 മുതൽ 3 വരെ 1 മണിക്കൂർ വ്യത്യാസം, 3 മുതൽ 4 വരെ അടുത്ത 1 മണിക്കൂർ, പിന്നെ 4 മണി മുതൽ 5 മണി വരെ 1 മണിക്കൂർ, പിന്നെ ഒരു 30 മിനിറ്റും കൂടെ ബാക്കിയുണ്ടല്ലോ. 5:30 അല്ലേ, 5:30 അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മളിനി എല്ലാം കൂടെ കൂട്ടി നോക്കുകയാണ്. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ. അപ്പം 4 മണിക്കൂറും 30 മിനിറ്റുമാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ഇപ്പം നമുക്ക് 4 മണിക്കൂറും 30 മിനിറ്റുമാണ് ഇവിടെ കിട്ടിയ ആൻസർ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സൗമ്യയും കൂട്ടുകാരും ഡൈസ് കളിക്കുകയാണ്. ഓരോരുത്തർക്കും കിട്ടിയത് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും കിട്ടിയത് 5000, 300, 610 അങ്ങനെ എഴുതിയിട്ടുണ്ട്. നെഹയ്ക്കാണെങ്കിൽ 700 കേട്ടോ. ആദ്യം 700. അതുലിന് ആദ്യം 2 കിട്ടിയത്. അപ്പോൾ പേര് കൊടുത്തിട്ടുണ്ട്, സൗമ്യ, നെഹ, അതുൽ. അവർക്ക് കിട്ടിയ സംഖ്യ ഒന്ന് എഴുതി കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് വേണം നമ്മൾ പൂരിപ്പിക്കാൻ. അപ്പോൾ സൗമ്യക്ക് കിട്ടിയിട്ടുള്ളത് 5000, 300, 610, 41, 5364. ഓക്കെ. 5364. നേഹയ്ക്കാണെങ്കിലോ 7615. അതുലിനാണെങ്കിൽ എത്ര കിട്ടിയത്? 1000, 8000 അല്ലേ. 8212. നോക്കണേ. അതുലിന് 8000, 200, 8000, 200, 21, 10. ഓക്കെ. 8212. മുകളിലുള്ള ആൾക്ക് 6715. അതിന് തൊട്ട് മുകളിൽ 5364. 5364. ഓക്കെ. ഓക്കെ. ഏറ്റവും വലിയ സംഖ്യ കിട്ടിയത് ആർക്കാണ്? അതുലിനാണ് അല്ലേ. 8212. എത്രയാണ്? 8212. സൗമ്യയ്ക്ക് ആയിരങ്ങളുടെ സ്ഥാനത്ത് 2 ആയിരുന്നെങ്കിൽ ഏത് സംഖ്യ കിട്ടും? ഇപ്പോൾ സൗമ്യയുടെ ആയിരങ്ങളുടെ സ്ഥാനത്ത് 5 അവിടെ 2 2364 കിട്ടും. ഓക്കെ. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തതൊരു കലണ്ടറാണ്. ഇത് നമുക്ക് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 11ഉം 26ഉം തന്നിട്ടുണ്ട്. ഇനി അടുത്ത സംഖ്യകൾ നമുക്ക് എഴുതി ചേർത്താലോ. ഓക്കെ. അപ്പം നമ്മൾ കലണ്ടർ എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലേ. നോക്കൂ, ശ്രദ്ധിച്ച് നോക്കണേ. ഇങ്ങനെ നമ്മൾ എഴുതി പൂർത്തിയാക്കുക. ഓക്കെ. അപ്പം നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2023 ജനുവരി മാസം എത്ര ശനിയാഴ്ചകളുണ്ട്? ഇപ്പം നോക്കാം. 1, 2, 3, 4 ശനിയാഴ്ചകളുണ്ട് അല്ലേ. ജനുവരി മാസം 5 പ്രാവശ്യം വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഇതാ 1, 2, 3, 4, 5. ചൊവ്വാഴ്ച വരുന്നുണ്ടല്ലേ. ചൊവ്വാഴ്ച വരുന്നുണ്ട്, തിങ്കളാഴ്ച വരുന്നുണ്ട്, ഞായറാഴ്ച വരുന്നുണ്ട്. നിങ്ങൾ എണ്ണി നോക്കണേ. നന്നായിട്ട് വലിയൊരു കലണ്ടർ വരച്ചിട്ട് ഇതുപോലെ പൂരിപ്പിച്ചിട്ട് നിങ്ങൾ എണ്ണി നോക്കണം. ഓക്കെ. 2023 ഫെബ്രുവരി 3 ഏത് ദിവസമാണ്? അപ്പോൾ 31 ഇവിടെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അടുത്തത് ബുധനാഴ്ച 1-ാം തീയതി വരും, വ്യാഴാഴ്ച 2-ാം തീയതി വരും, വെള്ളിയാഴ്ച 3-ാം തീയതി വരും അല്ലേ. അപ്പോൾ 3-ാം തീയതിയാണ് ഫെബ്രുവരി 3 വരുന്നത്. ഓക്കെ. സോറി, വെള്ളിയാഴ്ച. വെള്ളി മാറിപ്പോവരുതേ. വെള്ളിയാഴ്ചയാണ് 3-ാം തീയതി വരുന്നത്. ഓക്കെ. അടുത്തത് നോക്കാം. ഫാക്ടറി സമയം. ഫാക്ടറിയുടെ പ്രവർത്തന സമയം 2 ഷിഫ്റ്റുകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
ഇതാ ഇവിടെ സമയം കൊടുത്തിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷിഫ്റ്റ് 1-ൽ വിശ്രമ സമയം കഴിഞ്ഞ് പ്രവൃത്തി സമയം എത്രയാണ്? അപ്പം നമ്മൾ നേരത്തെ പോലെ ഇവിടെ എല്ലാ മണിക്കൂറും എഴുതിയിട്ടുണ്ട്. 7 മുതൽ 8 വരെ 1 മണിക്കൂർ, അടുത്തത് 1 മണിക്കൂർ, ഇങ്ങനെ ഓരോ മണിക്കൂറും നമ്മൾ എഴുതി കൂട്ടിയിട്ടുണ്ട്. ഇനി അത് മുഴുവൻ കൂട്ടി നോക്കുക. 1, 2, 3, 4, 5, 6, 7 മണിക്കൂർ അല്ലേ? അപ്പോൾ 7 മണിക്കൂറാണ് മുഴുവനായിട്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? അപ്പോൾ ആകെ 7 മണിക്കൂറുണ്ട് കേട്ടോ. 7 മണിക്കൂറുണ്ട്. വിശ്രമ സമയം കഴിച്ചിട്ടുള്ള സമയമാണ്. അപ്പോൾ വിശ്രമ സമയം എത്രയാണ്? 30 മിനിറ്റ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 7 മണിക്കൂറിൽ നിന്ന് ഒരു 30 മിനിറ്റ് കുറച്ചാൽ എത്രയാണ്? 6.5 മണിക്കൂർ. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പം നമുക്ക് ഇവിടെ മുഴുവൻ 7 മണിക്കൂറാണുള്ളത്. അതിൽ നിന്ന് വിശ്രമ സമയം 30 മിനിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ 6 മണിക്കൂർ 30 മിനിറ്റ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 7 മണിക്കൂറിൽ നിന്ന് 30 മിനിറ്റ് കുറയ്ക്കുക. അപ്പം 6:30, 6 മണിക്കൂറും 30 മിനിറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എഴുതി നോക്കുക. 7 മണി മുതൽ 8:30 വരെ എഴുതി നോക്കുക. 2 മണി മുതൽ 8:30 വരെ എഴുതി നോക്കുക. ഇതുപോലെ ഓരോ മണിക്കൂർ വീതം എഴുതി നോക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 1, 2, 3, 4, 5, 6. 6 മണിക്കൂർ 30 മിനിറ്റുമാണ് ഉള്ളത്. ഷിഫ്റ്റിലാകെ 6 മണിക്കൂർ 30 മിനിറ്റ്. ഓക്കെ, അപ്പം വിശ്രമ സമയം കഴിഞ്ഞാലോ? വിശ്രമ സമയം എന്ന് പറയുന്നത് 30 മിനിറ്റ് അല്ലേ? അപ്പം 6 മണിക്കൂർ. ഓക്കെ, അപ്പം നമ്മൾ ഷിഫ്റ്റ് 2-ൽ ഫാക്ടറിയുടെ പ്രവർത്തന സമയം വിശ്രമം ഉൾപ്പെടെയാണ് നമ്മളിവിടെ കണ്ടത്. ഷിഫ്റ്റ് 1-ൽ 7 മണിക്കൂറാണ്, റെസ്റ്റ് ടൈം 30 മിനിറ്റ് ഉണ്ട്. ഷിഫ്റ്റ് 2-ൽ 6.5 മണിക്കൂറുണ്ട്, റെസ്റ്റ് ടൈം 30 മിനിറ്റ് ഉണ്ട്. ഈ 30 കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കിട്ടും. അപ്പം ആദ്യത്തെ ഷിഫ്റ്റിൽ 7 മണിക്കൂർ കൂട്ടണം, ഈ 1 മണിക്കൂർ കൂട്ടണം രണ്ടാമത്തെ ഷിഫ്റ്റിൻ്റെ 6.5 മണിക്കൂർ. അപ്പം മുഴുവൻ നമുക്ക് 14 മണിക്കൂർ 30 മിനിറ്റ് കിട്ടും. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ. ഫാക്ടറിയിൽ ഒരു ദിവസം ലഘുഭക്ഷണത്തിന് 2430 രൂപയും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് 3521 രൂപയും ചിലവ് വരുന്നു. രണ്ടിനത്തിലും കൂടി ഒരു ദിവസം ആകെ എത്ര രൂപ ചിലവ് വരും? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.